കൂട്ടുകൂടി ഒരു രസത്തിനു വേണ്ടിയാണ് പലരും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. സുഹൃത്തുക്കളാണ് ലഹരി നൽകുന്നത് എന്ന് കരുതിയെങ്കിൽ തെറ്റി. നമ്മളെ കൂടി കുരുക്കാനുള്ള ലഹരി മാഫിയയുടെ ഒരു കണ്ണി മാത്രമാണ് ആ വ്യക്തി. ആദ്യത്തെ രസം മാറി ലഹരി പിന്നെ ആവശ്യമായി മാറും. അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ശരീരത്തിലെ ഓരോ അവയവത്തെയും തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥ. ഇല്ലാത്ത ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന പ്രതീതി. ശബ്ദമില്ലെന്ന് പറഞ്ഞ് ടിവിയും ലാപ്ടോപ്പും ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നു. ശത്രുവാണെന്ന് കരുതി ബൈക്കിന് തീ വയ്ക്കുന്നു. ഇത് ലഹരിയുടെ വൈബല്ല, പ്രത്യുത നമ്മളുടെ ബ്രെയിൻ, മസ്തിഷ്കം തകർന്നതിൻ്റെ ലക്ഷണമാണ്. കോടിക്കണക്കിന് ന്യൂറോണുകൾ ചേർന്നതാണ് നമ്മളുടെ ബ്രെയിൻ. ആ ന്യൂറോണുകളെയും കണക്ഷനുകളെയും പുറത്തു നിന്നെത്തിയ ഒരാൾ വലിച്ചു പറിച്ചു കളഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ലഹരിക്ക് അടിമയായ ഒരാളിൻ്റെ അവസ്ഥ. ലഹരി വസ്തുക്കൾ സന്തോഷ ഹോർമോണായ, ഗുഡ് ഹോർമോണായ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനാൽ എപ്പോഴും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ തോന്നൽ ഉണ്ടാവും. സങ്കടവും വേദനയും തോന്നേണ്ട കാര്യങ്ങളോടുള്ള പ്രതികരണം ഓപ്പോസിറ്റായിട്ട് മാറും, മറിച്ചാകും. എന്നാൽ കാര്യങ്ങൾ അത്ര ഫീൽ ഗുഡ് അല്ലെന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും. MDMA, മെഥിലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ, നാഡീവ്യൂഹങ്ങളെ നശിപ്പിക്കുന്ന വിഷവസ്തുക്കളായ ന്യൂറോ ടോക്സിനുകളുടെ ഉൽപ്പാദനം കൂട്ടും. ടോക്സിൻ എന്നാൽ വിഷം എന്നാണ് അർത്ഥം. അവ ന്യൂറോൺ കോശങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ മാറ്റം വരുത്തും. ഓർമ്മ, പഠനം, ചിന്താശേഷി എന്നിവയെ ഇത് സാരമായി ബാധിക്കും. ലഹരി ഉപയോഗം നിർത്തിയാലും ഈ ആഘാതം നിലനിൽക്കും. ലഹരി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടും. ഇതോടെ ഉത്കണ്ഠ അധികമാവും. മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ വിശ്രമിക്കുമ്പോഴും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ മസ്തിഷ്കത്തിലുണ്ട്, നമ്മുടെ ബ്രെയിനിലുണ്ട്. ലഹരി ഇതിനെയെല്ലാം തകർക്കും, തരിപ്പണമാക്കും. ഇതോടെ ഭയവും അകാരണമായ ആധിയും കൂടും. മനസ്സ് അസ്വസ്ഥമാകും. വിശ്രമവും ഉറക്കവും ഇല്ലാതാകും. നാഡീകോശങ്ങൾ നശിക്കുന്നത് മൂലം പൊതുവെ പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയവ. ലഹരി ഉപയോഗിക്കുന്നവരിൽ ഈ അസുഖങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വരും. അപസ്മാര സാധ്യതയും കൂടുതലാണ്. ലഹരി ആദ്യം ആസക്തിയാണ് സൃഷ്ടിക്കുക. ലഹരി ലഭിക്കാതെ വരുമ്പോൾ പിൻവാങ്ങൽ പ്രതികരണങ്ങളാണ് അടുത്ത ഘട്ടം, വിത്ഡ്രോവൽ സിംറ്റംസ്. ലഹരിക്ക് വേണ്ടി ആരെയും ആക്രമിക്കുന്ന പ്രവണത കാണിക്കും. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. കടുത്ത വിഷാദം, ആത്മഹത്യാ പ്രവണത, മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്നിവയും പ്രകടിപ്പിച്ചേക്കും. 25 വയസ്സിൽ താഴെയുള്ളവരിൽ കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് മാസലഹരി ഉപയോഗം കാരണമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വിഷവസ്തുവായ ലഹരി നേരിട്ട് ഏൽപ്പിക്കുന്ന ആഘാതം കരളിലെ ഗ്ലൂട്ടാത്തയോൺ, ഇത് കോശനിർമ്മാണത്തിന് സഹായിക്കുന്ന രാസവസ്തുവാണ്, അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകും. സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ ബാധിക്കാം. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി എടുക്കുമ്പോൾ ഒരാളുടെ രക്തം മറ്റൊരാളിലേക്ക് എത്തി വൈറസ് ബാധയുണ്ടാകും. ഇവരിൽ നിന്ന് പങ്കാളികളിലേക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും രോഗമെത്തും. ഇത് ഘട്ടം ഘട്ടമായി ലിവർ സിറോസിസിനും ലിവർ ക്യാൻസറിനും കാരണമാകും. വ്യത്യസ്ത ലഹരികൾ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നത് കരളിനെ വളരെ അധികമായി ബാധിക്കും. മദ്യത്തോടൊപ്പം ചില വേദന സംഹാരി മരുന്നുകൾ ഉപയോഗിച്ചാൽ പോലും ഗുരുതര പ്രശ്നമാണ്. അപ്പോൾ മദ്യത്തിനൊപ്പം ലഹരി മരുന്നുകൾ ചേർത്ത് ഉപയോഗിച്ചാലോ? കരളിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥയ്ക്കും ലഹരി ഉപയോഗം കാരണമാകും. പുരുഷന്മാരിൽ ലൈംഗിക പ്രേരണ, വൃഷണത്തിൻ്റെ പ്രവർത്തനം, ബീജസങ്കലന ശേഷി, ബീജത്തിൻ്റെ ഗുണനിലവാരം എന്നിവയെ രാസലഹരി ഉപയോഗം പ്രതികൂലമായി ബാധിക്കും. വിശപ്പില്ലായ്മ, രുചിക്കുറവ്, ഭാരം കുറയുന്ന അവസ്ഥ, പോഷകാഹാരക്കുറവ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദി തുടങ്ങിയവയും ഈ ലിസ്റ്റിൽ ചേർക്കാം. ലഹരി ഉപയോഗിക്കുന്നവരിൽ കണ്ണിലെ കൃഷ്ണമണി വലുതായി കാണാം. ഇതിൻ്റെ യഥാർത്ഥ കാരണം ബ്രെയിനിലാണ്. വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് കണ്ണിലെ ഞരമ്പുകളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനമാണ് ബ്രെയിൻ ചെയ്യുന്നത്. ഈ നിയന്ത്രണം
തെറ്റുന്നതാണ് കൃഷ്ണമണി വികസിക്കാനുള്ള കാരണം. ശബ്ദം, കാഴ്ച, സ്പർശനം തുടങ്ങിയവയെ തിരിച്ചറിഞ്ഞ് മസ്തിഷ്കം നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ സാധാരണ പ്രതികരണം. എന്നാൽ ബ്രെയിനിന് ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതോടെ പ്രതികരണം വ്യത്യസ്തമാകും. ഇതോടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നും, ഉള്ളത് ഇല്ലെന്നും, കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഹാലുസിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് ലഹരി ഉപയോഗിക്കുന്ന മിക്കവരിലും കാണാറുള്ള ഒരു സൈനാണ്, സിംറ്റമാണ്. MDMA ഉപയോഗം പല്ലുകളുടെ തേയ്മാനം കൂട്ടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. താടിയെല്ലുകൾ മുറുക്കി പിടിക്കുന്നതും പല്ലുകൾ കടിച്ചു പിടിക്കുന്നതും ആണ് ഇതിനുള്ള കാരണം. ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉമിനീരിൻ്റെ ഉൽപാദനവും കുറയും. വായിലെ തൊലിയിൽ മാറ്റമുണ്ടാകും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പരസ്യവാചകം തിയേറ്ററിലും TV-യിലും നാം കാണാറുണ്ടല്ലോ. നിങ്ങളെടുക്കുന്ന ഓരോ പുകയിലും ശ്വാസകോശം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവ് പുകയാണെങ്കിൽ വേഗം കൂടും, പെട്ടെന്ന് മരിക്കാം. കഞ്ചാവ് പുക ശ്വാസകോശത്തിലെ കോശങ്ങൾക്കും ചെറു രക്തക്കുഴലുകൾക്കും കേടുപാടുണ്ടാക്കും. വിട്ടുമാറാത്ത ബ്രോങ്കൈറ്റിസ്, ചുമ, കഫം എന്നിവയ്ക്കും ഇതിന് കാരണമാകും. 24 വയസ്സുള്ള ഒരു യുവാവ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടി. പരിശോധനയിൽ ഹൃദയത്തിനകത്ത് ഫംഗസ് ബാധ. ഫംഗസ് എങ്ങനെ ഹൃദയത്തിനകത്തെത്തി? പലവട്ടം ചോദിച്ചപ്പോഴാണ് ലഹരി ഉപയോഗിക്കുന്ന കാര്യം മനസ്സിലായത്. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് വഴിയാണ് ഫംഗസ് ഹൃദയത്തിലെത്തിയത്. ഇത്തരത്തിൽ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന എൻഡോകാർഡൈറ്റിസ് ബാധിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളം. ലഹരി ഹൃദയമിടിപ്പിലെ നിരക്കും രക്തസമ്മർദ്ദവും കൂട്ടും. ഇതോടെ ഹൃദയമിടിപ്പ് താളം തെറ്റും. ഇത് ഗുരുതരമായ ഹൃദ്രോഗത്തിലേക്കും നയിക്കും. ലഹരി ഉപയോഗം മൂലം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് പെട്ടെന്ന് കുറയുന്ന സാഹചര്യമുണ്ടാക്കും. അത് ഹൃദയ പരാജയത്തിലേക്ക് നയിക്കും. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഹൃദയത്തിലെ അയോട്ട, കൊറോണറി ആർട്ടറി തുടങ്ങിയ ഇടങ്ങളിൽ രക്തസ്രാവം തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നവരിൽ സാധാരണം. കൊക്കൈൻ പോലുള്ള ലഹരികളുടെ ഉപയോഗം നേരിട്ട് തന്നെ ഹൃദയാഘാതത്തിന് കാരണമാകും. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തവും ഓക്സിജനും എത്തിക്കുന്ന ധമനികൾ പെട്ടെന്ന് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാകും. ഇതുമൂലം ഹൃദയ ധമനികളിലെ രക്തയോട്ടം പൂർണ്ണമായോ ഭാഗികമായോ നിലയ്ക്കുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അലർജി മൂലമുള്ള ത്വക്ക് രോഗങ്ങൾ, ത്വക്കിൽ സൂര്യപ്രകാശമേൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, കുത്തിവെച്ച ഭാഗത്ത് വ്രണങ്ങൾ, രക്തക്കുഴൽ ചുരുങ്ങി രക്തയോട്ടം കുറയുന്നത് മൂലം വാസ്കുലൈറ്റിസ്, ത്വക്കിൽ വ്രണങ്ങൾ, ശരീരത്തിൽ എന്തെങ്കിലും കടിക്കുന്നത് പോലുള്ള മിഥ്യാധാരണ മൂലം ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ മാന്തി പൊളിക്കുന്ന അവസ്ഥ എന്നിവയും ഉണ്ടാകാം. കരൾ, ശ്വാസകോശം, വായ, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളിലെ ക്യാൻസറുകൾക്ക് ലഹരി വസ്തുക്കൾ കാരണമാകും. ക്യാൻസറിന് കാരണമാകുന്ന കാർബൺ മോണോക്സൈഡ്, അമോണിയ, അസറ്റാൽഡിഹൈഡ്, ഹോർമാൽഡിഹൈഡ്, അക്രോലിൻ, ഫിനോൾസ്, നൈട്രോസമിൻസ്, പോളിസൈക്ലിക്, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് തുടങ്ങിയ കാർസിനോജൻസ്, ക്യാൻസർ കോസിംഗ് കെമിക്കൽസ് കഞ്ചാവിൽ ഉണ്ട്. ദൈവഭയമില്ലാതെ, ദൈവത്തെ അറിയാതെ, ആത്മീയതയിൽ വേരില്ലാത്ത ഒരു തലമുറയിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ധൂർത്തപുത്രനെ പോലെ, ധൂർത്തപുത്രിയെ പോലെ നമുക്ക് തിരിഞ്ഞു പോകാം. ഈ തലമുറയെ രക്ഷിക്കാം. ദൈവത്തെ നിലവിളിച്ച് ആബാ പിതാവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ എന്ന് മുട്ടിന്മേൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കാം. കാരണം വേറെ വഴിയില്ല. നമ്മളുടെ തലമുറ ഡ്രഗ് അഡിക്ഷൻ കാരണം ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങളും യുവാക്കളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ദിശാബോധമില്ലാതെ, ജീവിതത്തെപ്പറ്റി യാതൊരുവിധ ബോധ്യവുമില്ലാതെ, അർത്ഥമില്ലാതെ ഓരോ ദിവസവും എത്രയോ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ദൈവത്തിനു വേണ്ടി ജീവിക്കാത്ത ഒരു അവസ്ഥാവിശേഷം വരുമ്പോൾ സാത്താൻ അവിടെ കയറി അവരുടെ ആത്മാക്കളെ എന്നേക്കുമായി കർത്താവിൻ്റെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഉള്ള സാധ്യത നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കരുതേ എന്ന് വിനയപൂർവ്വം ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മൾക്ക് കർത്താവിൻ്റെ അടുക്കൽ കരുണ അപേക്ഷിക്കാം. നമ്മളുടെ മക്കളെ ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത്
സംരക്ഷിക്കാം, ദൈവത്തിന് വേണ്ടി അവരെ വളർത്താം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.